സ്നേഹം നിറഞ്ഞവരെ, സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിന് വേണ്ടി ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 28 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. 1-ാം അധ്യായത്തിന്റെ ശീർഷകം എന്ത്? ഉത്തരം സാമുവേലിന്റെ ജനനം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏത് രാജ്യത്തുള്ളവനായിരുന്നു എൽക്കാന? ഉത്തരം എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 4. എഫ്രായിമിൽ എവിടെ നിന്നുള്ളവനായിരുന്നു എൽക്കാന? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമത്തായിം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഏത് വംശജനായിരുന്നു എൽക്കാന? ഉത്തരം സൂഫ്. ക്വസ്റ്റ്യൻ നമ്പർ 6. എൽക്കാനയുടെ പിതാവിന്റെ പേര്? ഉത്തരം യെറോഹാം. ക്വസ്റ്റ്യൻ നമ്പർ 7. യെറോഹാമിന്റെ പിതാവ്? ഉത്തരം ഏലീഹു. ക്വസ്റ്റ്യൻ നമ്പർ 8. ഏലീഹുവിന്റെ പിതാവ്? ഉത്തരം തോഹു. ക്വസ്റ്റ്യൻ നമ്പർ 9. തോഹുവിന്റെ പിതാവ്? എഫ്രായിംകാരനായ സൂഫ്. ക്വസ്റ്റ്യൻ നമ്പർ 10. യെറോഹാമിന്റെ മകന്റെ പേര്? ഉത്തരം എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 11. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു? ഉത്തരം 2. ക്വസ്റ്റ്യൻ നമ്പർ 12. എൽക്കാനയുടെ ഭാര്യമാരുടെ പേര്? ഉത്തരം ഹന്ന, പെനിന്ന. ക്വസ്റ്റ്യൻ നമ്പർ 13. എൽക്കാന ആരെ ആരാധിക്കാനും അവിടത്തേക്ക് ബലി അർപ്പിക്കുവാനുമായി വർഷം തോറും ഷീലോയ്ക്ക് പോകുമായിരുന്നു? ആരെ? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 14. എൽക്കാന വർഷം തോറും സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാൻ എവിടേക്കാണ് പോകുമായിരുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ക്വസ്റ്റ്യൻ നമ്പർ 16. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആരായിരുന്നു? ഉത്തരം ഷീലോയിലെ കർത്താവിന്റെ പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 17. എന്നാണ് എൽക്കാന ഭാര്യമാർക്കും മക്കൾക്കും ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ബലി അർപ്പിക്കുന്ന ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എത്ര മാത്രമാണ് ഓഹരിയായി കൊടുത്തിരുന്നത്? ഉത്തരം ഓഹരിയുടെ ഒരു ഭാഗം മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഹന്നായ്ക്ക് ഓഹരിയുടെ ഒരംശം മാത്രം കൊടുക്കാനുണ്ടായ കാരണമെന്ത്? ഉത്തരം കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. വന്ധ്യത നിമിത്തം ഹന്നായെ പീഡിപ്പിച്ചിരുന്നത് ആര്? ഉത്തരം സപത്നി പെനിന്ന. ക്വസ്റ്റ്യൻ നമ്പർ 21. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് ആര്? ഉത്തരം പെനിന്ന. ക്വസ്റ്റ്യൻ നമ്പർ 22. പെനിന്ന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നതിനാൽ അവൾ എന്ത് ചെയ്തു? ഉത്തരം കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 23. നീ എന്തിനാണ് കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ആര്? ഉത്തരം ഭർത്താവായ എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 24. ഞാൻ നിനക്ക് എത്ര പുത്രന്മാരിലും ഉപരിയാണ് എന്നാണ് എൽക്കാന ഹന്നായോട് ചോദിച്ചത്? ഉത്തരം 10 പുത്രന്മാരിലും ഉപരിയല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഷീലോയിൽ വെച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എവിടേക്ക് പോയി? ഉത്തരം കർത്താവിന്റെ സന്നിധിയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം പുരോഹിതനായ ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 27. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ പുരോഹിതനായ ഏലി എവിടെ ഇരിക്കുന്നതാണ് കണ്ടത്? ഉത്തരം ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 28.
ഷീലോയിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ഹന്ന എങ്ങനെയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഉത്തരം: ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 29. ഷീലോയിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നേർച്ച നേർന്നത് ആര്? ഉത്തരം: ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 30. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ച് ഒരു നേർച്ച നേർന്നു. അത് എന്ത്? ഉത്തരം: എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ കർത്താവിന് പ്രതിഷ്ഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. പുത്രന്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് ഹന്ന കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: ക്ഷൗരക്കത്തി. ക്വസ്റ്റ്യൻ നമ്പർ 32. ഹന്ന എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: ഹൃദയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളെ ശ്രദ്ധിച്ചത് ആര്? ഉത്തരം: പുരോഹിതനായ ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹന്ന മദ്യപിച്ചിരുന്നുവെന്ന് പുരോഹിതനായ ഏലിക്ക് തോന്നാൻ ഇടയായ കാരണങ്ങൾ ഏതെല്ലാം? ഉത്തരം: അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 35. എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ആര് ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: പുരോഹിതനായ ഏലി ഹന്നായോട്. ക്വസ്റ്റ്യൻ നമ്പർ 36. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നായോട് എന്ത് അവസാനിപ്പിക്കാനാണ് ഏലി പറയുന്നത്? ഉത്തരം: നിന്റെ ലഹരി. ക്വസ്റ്റ്യൻ നമ്പർ 37. പുരോഹിതനായ ഏലിയെ ഹന്ന എങ്ങനെയാണ് സംബോധന ചെയ്തത്? ഉത്തരം: എൻ്റെ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 38. പുരോഹിതനായ ഏലി ഹന്നായെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ എന്ത് അനുഭവിക്കുന്നു എന്നാണ് ഹന്ന പറഞ്ഞത്? ഉത്തരം: വളരെയേറെ മനോവേദന. ക്വസ്റ്റ്യൻ നമ്പർ 39. നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പുരോഹിതനായ ഏലി പറഞ്ഞപ്പോൾ ഞാൻ എന്തൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഹന്ന പ്രതിവചിച്ചത്? ഉത്തരം: വീഞ്ഞോ ലഹരി പാനീയമോ. ക്വസ്റ്റ്യൻ നമ്പർ 40. കർത്താവിന്റെ സന്നിധിയിൽ ഉന്മത്തിയായി കണ്ട ഹന്നായെ പുരോഹിതനായ ഏലി ശകാരിച്ചപ്പോൾ എന്തെല്ലാം മൂലമാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത് എന്നാണ് ഹന്ന പറഞ്ഞത്? ഉത്തരം: ആകുലതയും അസ്വസ്ഥതയും മൂലം. ക്വസ്റ്റ്യൻ നമ്പർ 41. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നായോട് എങ്ങനെ പോകുക എന്നാണ് ഏലി പറഞ്ഞത്? ഉത്തരം: സമാധാനമായി. ക്വസ്റ്റ്യൻ നമ്പർ 42. ഏലി ഹന്നായെ അനുഗ്രഹിച്ചപ്പോൾ ഹന്ന എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം: ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 43. എൽക്കാനയുടെ കുടുംബം കർത്താവിനെ ആരാധിച്ചതിന് ശേഷം എങ്ങോട്ടാണ് മടങ്ങിയത്? ഉത്തരം: റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവർ എന്ത് പേരാണ് കുഞ്ഞിന് ഇട്ടത്? ഉത്തരം: സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. സാമുവലിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം: എൽക്കാന, ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 46. സാമുവൽ എന്ന പേരിന്റെ അർത്ഥം? ഉത്തരം: ദൈവം കേട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 47. ഹന്ന സാമുവലിനെ പ്രസവിച്ചപ്പോൾ എന്ത് പറഞ്ഞാണ് അവന് സാമുവൽ എന്ന പേരിട്ടത്? ഉത്തരം: ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 48. എൽക്കാന കുടുംബസമേതം കർത്താവിന് ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റുവാനുമായി പോയപ്പോൾ ആരാണ് കൂടെ പോകാതിരുന്നത്? ഉത്തരം: ഹന്ന. 49. എൽക്കാനയുടെയും കുടുംബത്തിന്റെയും ഒപ്പം പോകാതിരിക്കാനായി ഹന്ന പറഞ്ഞ കാരണമെന്ത്? ഉത്തരം: കുഞ്ഞിന്റെ മുലകുടി മാറട്ടെ.
ക്വസ്റ്റ്യൻ നമ്പർ 50, കുഞ്ഞിന്റെ മുലകുടി മാറിയാൽ എവിടേക്ക് കൊണ്ടുവന്നുകൊള്ളാമെന്നാണ് ഹന്ന ഭർത്താവിനോട് പറഞ്ഞത്? കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിച്ചു കൊള്ളാമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 51, നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, അവന്റെ മുലകുടി മാറട്ടെ, അപ്പോൾ നീ ആരോടുള്ള വാക്കുകൾ നിറവേറ്റിയാൽ മതി എന്നാണ് എൽക്കാന ഹന്നായോട് പറഞ്ഞത്? ഉത്തരം, കർത്താവിനോടുള്ള വാക്കുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 52, കുഞ്ഞിന്റെ മുലകുടി മാറിയപ്പോൾ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന ഹന്ന എന്തൊക്കെയാണ് കൂടെ കൊണ്ടുപോയത്? ഉത്തരം, 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 53, 1 ഏഫ എത്ര ലിറ്റർ ആണ്? ഉത്തരം, 22 ലിറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 54, സാമുവലിനെയും കൊണ്ട് ഷീലോയിൽ എത്തിയ ഹന്ന ബലി അർപ്പിച്ചത് എന്തിനെ? ഉത്തരം, കാളക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 55, സാമുവലിനെയും കൊണ്ട് ബലിയർപ്പിച്ച ശേഷം ഹന്ന എവിടേക്കാണ് പോയത്? ഉത്തരം, പുരോഹിതനായ ഏലിയുടെ അടുത്തേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 56, 1-ാം അധ്യായത്തിലെ 27-ാം വാക്യം പറയുക. ഉത്തരം, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 57, കുഞ്ഞിനെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ അവൻ എത്ര നാൾ വരെ കർത്താവിനുള്ളതായിരിക്കുമെന്നാണ് ഹന്ന പറഞ്ഞത്? ഉത്തരം, ആജീവനാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 58, കുഞ്ഞിനെ കർത്താവിന് സമർപ്പിച്ച ശേഷം ഹന്ന എന്ത് ചെയ്തു? ഉത്തരം, കർത്താവിനെ ആരാധിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 59, ഞാൻ അവനെ ആർക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം, കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.